കൗസല്യാ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തതേ. ദൈവമേ, ഇന്നെങ്കിലും നല്ല ദിവസം ആക്കണേ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒരു ഈച്ചക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കണില്ല. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ. സാധനങ്ങൾ എന്തേലും ഒക്കെ മേടിച്ചു വെച്ചാലേ ആരെങ്കിലും ഒക്കെ വരുള്ളൂ. കാര്യം പാർലറിന്റെ ഓണർ ഞാനാണെങ്കിലും എന്താ ചെയ്യണ്ടേ, എന്താ വാങ്ങണ്ടേ, എന്നാ ഒരു മാങ്ങാത്തൊലി എനിക്ക് അറിയാൻ പാടില്ല. ആ ജിജിമോള ഇതെല്ലാം നോക്കിക്കൊണ്ട് ചെയ്തോണ്ടിരുന്നേ. നീ ഒരു കാര്യം ചെയ്യ്, പോയി 2-3 സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വാ. അത് പിന്നെ എനിക്കറിയാമല്ലോ. ഈശ്വര, ഇന്നും ആരും വരല്ലേ. എനിക്കിപ്പോ എവിടേക്കും പോയി വാങ്ങാൻ വയ്യ. ചില്ലറ കാശ് കിട്ടാൻ നോക്കുമ്പോഴാ അവക്കടെ ഒരു ഇത് മിക്കവാറും പൂട്ടേണ്ടി വരും. എക്സ്ക്യൂസ് മീ, ജിജിമോളില്ലേ? ആ സൂസൻ മാഡം, വാ വാ. ജിജിമോളില്ല, അവള് പോയി. ഓ ആണോ? അവളായിരുന്നു എനിക്ക് ഫേഷ്യലൊക്കെ ചെയ്തോണ്ടിരുന്നത്. ഷി വാസ് മൈ ഫേവറേറ്റ്. പകരം നമ്മുടെ ടീനമോളുണ്ട്, ബഹു കേമിയാ. ആ ഓക്കെ ഓക്കെ, ഒന്ന് വേഗം ആവട്ടെ. ഇന്ന് ഈവനിങ് സൊസൈറ്റി ക്ലബിൽ മീറ്റിംഗ് ഉണ്ട്. അല്ല സൂസൻ മാഡം, പുതിയ പ്രസിഡന്റ് ലിസി മാഡാന്ന് കേട്ടല്ലോ. ഓ അതറിഞ്ഞു അല്ലേ? പ്രസിഡന്റ് ഒക്കെ ലിസി ആയിരിക്കും, പക്ഷെ ഞാനില്ലാതെ അവിടെ ഒരു ചുക്കും നടക്കില്ല. ലിസിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവൾ 10ാം ക്ലാസ്സിൽ പൊട്ടിയതാ, എന്നിട്ടാ ഇപ്പൊ ഒരു പ്രസിഡന്റ്. ലിസി മാഡം, വാ വാ ഇരിക്കും. മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ടേ, കൈകൊട്ടിപ്പാടാൻ വരവേറ്റി. ഓ ഇതൊരു സൂസൻ. സൂസൻ എന്താ ഇവിടെ? ഹായ് ലിസി. ഞാൻ പിന്നെ ബ്യൂട്ടി പാർലറിൽ ബിരിയാണി കഴിക്കാൻ വന്നതാണല്ലോ. ലിസി മാഡം, യുവർ സാരി ഈസ് സോ ബ്യൂട്ടിഫുൾ. ഓ ഇതെവിടെ നിന്നാ? ഓ ഇസ് ഇറ്റ്? ഇതെൻ്റെ ഹബി റഷ്യയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഓ പിന്നെ റഷ്യയിൽ മാതാമ്മമാർക്ക് സാരിയാണല്ലോ ഉടുത്ത് നടക്കുന്നത്. അല്ല, ഈ ബ്ലൗസ് എവിടുന്നാ? എന്നാ മാഡം ആയിരുന്നു? സൂസൻ, സൂസൻ ഫെർണാണ്ടസ്. ഈ ബ്ലൗസിന്റെ കാര്യമാണെങ്കിൽ ഒരു വലിയ കഥയാണ്. ഓ എന്നെ പറയണ്ട, എനിക്ക് പോയിട്ട് വേറെ പണിയുള്ളതാ. നിന്നെ പോലെ പണിയില്ലാതെ ഇരിക്കുവല്ല. ഓ പിന്നെ 10ാം ക്ലാസ്സിൽ പൊട്ടിയ നിനക്കല്ലേ പണി. ടീനമോളെ, എനിക്കൊരു ഗോൾഡ് ഫേഷ്യൽ. എന്നാ എനിക്കൊരു വില കൂടിയ ഫ്രൂട്ട് ഫേഷ്യൽ. ചേച്ചി, ഇവരൊക്കെ ഗോൾഡും ഫ്രൂട്ടും ഒക്കെയാ ചോദിക്കുന്നേ. ഇവിടെ കുറെ ചീഞ്ഞ പഴമൊക്കെ ഇരിക്കണില്ലേ, അതെല്ലാം കൂടി കൂട്ടിക്കുഴച്ച് വാരിയിട്ട് തേച്ച് കൊടുക്ക്. ചേച്ചിയെ ചേച്ചിയെ, ഒന്നിങ്ങോട്ട് വരുമോ? ഞാൻ എന്താ ചെയ്യണ്ടേ? അയ്യോ ചേച്ചി, രാവിലെ വന്ന് മുതലല്ലേ അത്, മറന്നേ പോയി. പെണ്ണ് കാണാൻ വേണ്ടി ഒരുങ്ങാൻ വന്ന കൊച്ചല്ലേ ഇത്. നീ അങ്ങോട്ട് പൊക്കോ, ഞാൻ ഇവിടെ നോക്കിക്കോളാം. ഓ മഞ്ജു വാര്യര് തന്നെ. ദേ നവ്യ നായർ പോലില്ലേ? അതെ, മഞ്ജു വാര്യരും നവ്യ നായരൊക്കെ ഉള്ളിരിപ്പുണ്ടോ? എന്നിട്ടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. അതോ രാവിലെ പെണ്ണ് കാണലിന് ഒരുങ്ങാൻ വേണ്ടി വന്ന കുട്ടിയാത്. ഞാൻ ഒരുക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു സൈഡിൽ നോക്കിയാൽ മഞ്ജു വാര്യര്, മറ്റൊരു സൈഡിൽ നോക്കിയാൽ നവ്യ നായർ തന്നെ. ടീനമോളെ, ആ കുട്ടി ഒന്ന് കൊണ്ടുവരൂ. ഇത് ഏത് സൈഡിൽ നിന്നാ മഞ്ജു വാര്യരെന്ന് പറഞ്ഞേ? മാഡംസ് ഇവിടെ വാ, ഈ സൈഡിലിരിക്കുന്നത്. ഈ ഇവിടെ നിന്ന് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഇവിടെ നോക്കിക്കഴിഞ്ഞു, ദേ കണ്ടോ മഞ്ജു വാര്യര്. ആരാന്നാ ചോദിച്ചേ? ചുറ്റമ്പലത്തിന്റെ ഉള്ളിലേ, ഇത് പൊതുവഴിയല്ല കേട്ടോ. അയ്യേ മഞ്ജു വാര്യരുടെ ഉണ്ണിമാരിന് മുമ്പ് നിങ്ങൾ കണ്ടിട്ടില്ലേ? അയ്യേ അയ്യേ എന്നിങ്ങനെ പറയാൻ. ഇനി നവ്യ എവിടെ? മാഡംസ് ഈ വഴി വാ, ഇപ്പറ സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞു, നവ്യ നായർ തന്നെ. കൃഷ്ണ, ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. കൃഷ്ണ, ആരും കാണാതിരിക്കുന്ന ഭേദം. മാഡംസ് വരൂ വരൂ, നമുക്ക് ഫേഷ്യൽ ചെയ്യണ്ടേ? ഇന്ന് വരണ ചെക്കൻ ഉറപ്പിക്കും. എന്നെ കെട്ടൂലോ അല്ലേ? പിന്നല്ലാതെ. ചേച്ചി, എൻ്റെ ഈ മുന്നിലുള്ള ഗ്യാപ്പില്ലേ, അത് വല്ല സിമെന്റ് ഉണ്ടെങ്കിൽ വിട്ട് അടയ്ക്കാൻ പറ്റുമോ? മോളെ, എന്താ പറ്റില്ലേ? ഇതെന്റെ മാക്സിമം.
അല്ലെങ്കിൽ വല്ല കമ്പി ഉണ്ടോ? കമ്പി ഉണ്ടെങ്കിൽ വലിച്ചു മുറുക്കി കെട്ടാൻ പറ്റുമോ? 2 ദിവസം കഴിയുമ്പോൾ ഒരു ലോഡ് കമ്പി വരുന്നുണ്ട്. ഞാനൊരു 2 കമ്പി എടുത്ത് മാറ്റി വെച്ചേക്കാം. എന്നാ ഞാൻ 2 ദിവസം കഴിഞ്ഞ് വരട്ടെ ചേച്ചി. ശരി മോളെ, പൊക്കോ. ഇന്നാ ഇപ്പൊ ഞാരെ പോലെ ഇരിക്കണ്ട് കാണാൻ. ഇപ്പൊ മഞ്ജു വാര്യര്, ഇപ്പൊ നവ്യ നായർ, അശ്വതി മഞ്ജു വാര്യർ. അയ്യോ, നീ നവ്യ ഓടുന്നു. അയ്യോ, ചേച്ചി. ചേച്ചി ബ്യൂട്ടീഷ്യൻ അല്ലേ? മിസ് മഹാറാണി കോമ്പറ്റീഷൻ നടക്കുവാണേ. ചേച്ചി എന്നെ ഒരുക്കി നല്ല സുന്ദരിയാക്കി തരണം. എനിക്ക് തന്നെ വേണം ഫസ്റ്റ്. അത് ചേച്ചി ആക്കി തരാം. മോളിരിക്കേ. എന്നെ നല്ല ക്യൂട്ട് ആക്കണേ. എന്താന്ന്? ക്യൂട്ട്. ആ ചുണ്ട അങ്ങനെ തന്നെ വച്ചോ. ലിപ്സ്റ്റിക് ഇടാൻ എളുപ്പം. പിന്നെ വീട്ടിലാരൊക്കെയുണ്ട്? മമ്മയും പപ്പയും. പപ്പ ഉക്രൈൻ. അങ്ങനത്തെ പേരൊക്കെ ആർക്കെങ്കിലും ഇടുവോ? ഉക്രു എന്നായിരിക്കല്ലേ വീട്ടിൽ വിളിക്കുക? അല്ല, ഉക്രൈനിലാ വർക്ക് ചെയ്യുന്നേന്ന്. ആ പിന്നെ ചേച്ചി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആ പൊട്ട് തൊടുന്ന സമയത്ത് ഒരു കറുത്ത വര, അടിയിലൊരു വെള്ളക്കുത്ത്, അങ്ങനത്തെ ഒരു നല്ല പൊട്ട് തൊട്ട് തരണം. പള്ളിക്കാട്ടം പോലത്തെ പൊട്ട് വേണ്ട, വാലെങ്കിലും കറക്റ്റായിട്ട് തരണേ. അത് ചേച്ചി ഇട്ട് തരാം. ഒന്ന് എഴുന്നേറ്റേ. എന്താ? അല്ല, വാലിടണ്ടേ? അയ്യോ, കണ്ണിന്റെ വാല് നല്ല നീളത്തിലിട്ട് തരണമെന്ന്. അയ്യോ, ഇപ്പൊ വാലൊട്ടിച്ച് വിട്ടേനെ. എന്നാ പിന്നെ ഉടുക്കല്ലേ? എന്തെടുക്കാൻ? സാരി. സാരിയോ? എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ലല്ലോ, ചേച്ചി എന്നെ ഉടുത്തു തരണം. സാരി ഉടുപ്പിക്കാനോ? അയ്യോ, എനിക്കൊന്നും അറിയില്ല. അല്ല, അറിയാം, പക്ഷെ സാരി ഉടുപ്പിച്ച് കൊടുക്കാറില്ല. അപ്പൊ ഉഷേച്ചി പറഞ്ഞല്ലോ 5000ന്റെ കൂടെ 2000 കൂടി തന്നാ സാരി ഉടുപ്പിച്ചു തരുന്ന. ഉഷേച്ചി അങ്ങനെ പറഞ്ഞോ? ക്യാഷ് എനിക്കൊരു സബ്ജക്റ്റ് അല്ല. എന്ന് വെച്ചാ വിഷയല്ലാന്ന്. 7000. എന്നാ വാ. ചേച്ചി അങ്ങോട്ടല്ല, ഇങ്ങോട്ട് വന്നേ. ആ തിരിഞ്ഞങ്ങോട്ട് നിന്നേ. അല്ല, മോളിവിടെ നിക്ക്. ഞാനിപ്പോ എന്താ വേണ്ടേ? മോളിവിടെ നിക്ക്. നീ ഇപ്പുറത്തേക്കണവാ. ഇങ്ങനൊന്നുമല്ല. കഴിഞ്ഞോ? ഞാൻ ഇവിടേക്ക് തിരിയണോ? വേണ്ട, മതി. കഴിഞ്ഞോ? അയ്യോ, ഇതെന്താ? ഞാൻ കച്ച കെട്ടി യുദ്ധത്തിന് പോവല്ല, ഫാഷൻ ഷോ ആ ചേച്ചി. സാരി ഉടുത്ത് തരാനല്ലേ പറഞ്ഞത്. ഇത് വല്ലാത്തൊരു വേഷം തന്നെയാണ് കേട്ടോ ഈ സാരി എന്ന് പറയുന്നത്. അയ്യോ, അങ്ങനെ സാരിയെ കുറിച്ച് മ്ലേച്ഛമായി സംസാരിക്കല്ലേ മോളെ. അതെന്താ? ഈ സാരിയും സംഗീതവും തമ്മിൽ അഭേദ്യമായൊരു ബന്ധമുണ്ട്. അതെന്ത് ബന്ധം? അത് ലിസിക്കറിയില്ല? ഇതിന്റെ പേരെന്താ? സാരി. ഇത് ഉടുക്കുമ്പോ നമുക്കൊരു ഗമ ഒക്കെ വരില്ലേ? ആ, വരും വരും. ഇത് കഴുകുമ്പോ നമുക്ക് എന്ത് കിട്ടും? അപ്പൊ നിസ നീസ, നീ സാരി ഉടുക്കും മോളെ. സൂപ്പർ സൂപ്പർ, അത് കലക്കി മാഡം. മോളെ ഒരു കാര്യം ചെയ്തേ. മോളിത് ഇവിടെ പിടിച്ചേ. ഇത് എവിടം വരെ പോയി? അങ്ങ് പോയിട്ട് കറങ്ങി വന്നേ. അല്ല, മോളിത് എവിടെ പോവാ? ഞാൻ കറങ്ങിയിട്ട് വരാം. ഇപ്പോഴാണെങ്കിൽ ഷിബും ഉണ്ട്, ഡ്യൂക്കും ഉണ്ട്. അതല്ല, ആ സാരി എടുത്ത് പിടിച്ച് അരയ്ക്ക് കുത്ത്. അരക്കി കുത്തിയിട്ട് എന്നിട്ട് ദേ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി 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 ഇങ്ങ് വാ. ഇത് ബാക്കിയോ? ബാക്കിയല്ല, അതുണ്ടല്ലോ. അതിങ്ങനെ ഈ ചേച്ചി ഇപ്പൊ കാണിച്ചൊരു സാധനം കാണിച്ചത്. അത് ഈ കവറിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇതെന്റെ പുതിയ മോഡലാ. അടിപൊളിയായില്ലേ? ഏച്ചി, ഞാൻ മീൻ വാങ്ങാൻ ചന്തയ്ക്ക് പോവല്ല. എനിക്ക് വല്ലതും അറിയോ? അല്ല, അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതെന്റെ പുതിയ മോഡലായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വേറെ സാധനം പുതിയ മോഡൽ തരാം. മോളുടെ ബാഗ് എന്തി? ആ ബാഗ് തന്നെ അതിൻ്റെ ഉള്ളിൽ ഇട്ടു. അത് കഴിഞ്ഞു. ഇത് പുതിയ കൊറിയൻ മോഡലാ. അടിപൊളിയായിട്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? മോള് ഹാപ്പി അല്ലേ? ഇത് കൊള്ളാം. ദൈവമേ, ബാക്കി എല്ലാവരുടെയും സാരി ഊരി പോണേ. എന്റെ സാരി ഇങ്ങനെ തന്നെ നിക്കണേ. എനിക്ക് തന്നെ ഫസ്റ്റ് കിട്ടണേ. മാഡം ഓക്കെ അല്ലേ? ഓ, ഇത് എപ്പോ കഴിയും? എനിക്കങ്ങ് പോക്കിയുവാ. ഇവിടെ AC ഒന്നുമില്ലേ? ഓ, AC ഇല്ലാതെ പറ്റത്തില്ല കൊച്ചമ്മ. ഇപ്പൊ ശരിയാക്കി തരാം.
കഴിഞ്ഞ് നിങ്ങൾ കണ്ണു തുറന്നാൽ മതിയേ. എന്തിനാണാവോ? ആംബുലൻസ് വിളിക്കാനായിരിക്കും. ചേച്ചി, ആംബുലൻസ് വിളിക്കട്ടെ? എടി വിളിച്ചോ, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വച്ചോളാൻ പറ, വരുന്നിടത്ത് വെച്ച് കാണാം. അതെ, നിങ്ങളൊന്ന് വരൂ. നിങ്ങൾ എന്താ തേച്ചേ? നിങ്ങൾ എന്താ എന്റെ മുഖത്ത് തേച്ചേ? അത് പിന്നെ എന്തായാലും അടിപൊളി. ഐ ആം ഗ്ലോയിങ്. അങ്ങനെയാണെങ്കിൽ ഐ ആം ദ ഗ്ലോറിഫൈ. ഞാൻ എന്റെ പേര് മാറ്റി ഗ്ലോറിയ ഫെർണാണ്ടസ് എന്നാക്കാൻ പോവാ. കാക്ക കുളിച്ച കൊക്കാവില്ല. ഞാൻ സാധാരണ ഇതിന് 1000 റുപ്പീസാണ് കൊടുക്കാറുള്ളത്. ബട്ട് ഞാൻ ഇന്ന് 1500 തരും. എങ്കിൽ ഞാൻ 2000 തരും. എന്നാ ഞാൻ 2500 തരും. എന്നാ എന്റെ വക ഒരു 50 റുപ്പീസും കൂടെ. എന്നാ ഞാൻ ഒരു 25 റുപ്പീസ് കൂടെ. എന്നാ ഞാൻ മതി മതി മതി, നിങ്ങൾക്ക് സന്തോഷമായില്ലേ? നിങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം. എന്താ അപ്പൊ ഇവിടെ സംഭവിച്ചേ? അയ്യോ, ആംബുലൻസ്. ഹലോ, ആംബുലൻസ് ക്യാൻസൽ ക്യാൻസൽ. ഇന്ന് കണി കണ്ട ആളെ തന്നെ എന്നും കണി കാണിക്കണേ. காசு பணம் கொட்டு மணி மணி காசு பணம் கொட்டு மணி